ഹലോ, അങ്ങനെ ഓണം വരവായി. അപ്പം ഒരു ഓണം ലുക്കാണ് കേട്ടോ. അപ്പം ഇന്നൊരു പിങ്ക് ബ്ലൗസിൻ്റെ ഒപ്പമാണ് ഞാൻ സെറ്റ് സാരി പെയർ ചെയ്യാൻ പോകുന്നത്. സെറ്റ് സാരിയാണ്. ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് ഒന്ന് കഴുകാം കേട്ടോ. അത് വിറ്റാമിൻ സി ഫേസ് വാഷാണ് മാമാ എർത്തിൻ്റെ. ശേഷം മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. പ്ലസ് പ്രൈമറും കൂടിയാണ് നമ്മുടെ ഫേസിൽ മേക്കപ്പൊക്കെ സെറ്റായി നിൽക്കാനായിട്ട്. ഞാൻ അത്ര ഹെവി മേക്കപ്പൊന്നുമല്ല ചെയ്യുന്നത്, ഒരു മീഡിയം മേക്കപ്പ് ലുക്കാണ്. നമുക്ക് വീട്ടിലായാലും വീട്ടിലാഘോഷങ്ങളായാലും പുറത്തായാലും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഒരു 2-3 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. അതെ, നെക്സ്റ്റ് ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ് കേട്ടോ. നെക്സ്റ്റ് ലോറിയൽ ഹൈലറോൺ സിറാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മളിത് സിറം അപ്ലൈ ചെയ്യാൻ പോവാണ്. അതും നമ്മളുടെ ഫേസിലോട്ട് നല്ലപോലെ അബ്സോർബ് ചെയ്തതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് ഞാൻ സ്നെയിൽ എസൻസ് ഇച്ചിരി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരി ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഫേസ് നല്ല ഷൈനിങ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ സ്കിൻ കെയർ നല്ലപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫേസിൽ മേക്കപ്പ് കൂടുതൽ ഗ്ലോ ആയി ആൻഡ് നാച്ചുറലായി ഫീൽ ചെയ്യും. ആൻഡ് ഓൾസോ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ആ മേക്കപ്പിൻ്റെ ആ ഒരു കെമിക്കൽസ് അധികം നമ്മളുടെ ഫേസിലോട്ട് കയറാതെ നമ്മൾ സ്കിൻ കെയർ ഫസ്റ്റ് തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അത് അത്രയും നല്ലതാണ്. എൻ്റെ സ്കിന്നിൽ പെട്ടെന്ന് ഇറിറ്റേഷൻസ് കാര്യങ്ങൾ വരും, പിമ്പിൾസ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കിൻ കെയർ കൂടുതൽ ചെയ്തതിന് ശേഷമാണ് എപ്പോഴും മേക്കപ്പ് ചെയ്യുക. പിന്നെ ഇത് മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിൽ പോലും ഞാൻ ഏതെങ്കിലും ഒരു സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പം ഫെസ്റ്റീവ് സീസൺസൊക്കെ ആണെങ്കിൽ, അതുപോലെ വല്ല കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നാച്ചുറൽ ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോകണം. അതിൻ്റെ ഇടയിൽ ഞാൻ മോയ്സ്ചറൈസർ പുരട്ടി കേട്ടോ. ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവാണ്. ബ്ലാക്ക്, ഞാൻ ബ്രൗൺ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു മേക്കപ്പിന് ഞാൻ ബ്ലാക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ത്രെഡ് ചെയ്തിട്ടില്ല. ത്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ത്രെഡ് ചെയ്യാത്ത കാരണമാണ് അങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഐബ്രോസ് മസ്റ്റാണ് കേട്ടോ. നമ്മളുടെ ഫേസിൻ്റെ ടെക്സ്ചർ തന്നെ മാറ്റാനായിട്ട് ഐബ്രോസ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മുടെ ഐസിൻ്റെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പം നന്നായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഐബ്രോസ് സെറ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് ഇനി നമ്മൾ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന. റീസെൻ്റായിട്ട് കഴിയാറായി സാധനം, എന്നാലും എൻ്റെ കറക്റ്റ് ഷെയ്ഡും കൂടെയാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷനാണ് കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ കൺസീലേഴ്സറും പിന്നെ ഡാർക്ക് സ്പോട്ട് അതൊന്നും ഞാൻ കറക്റ്ററൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഇപ്പം. പിന്നെ ഒരു ഓണമല്ലേ, വല്ലാണ്ട് പുട്ടി ഫീൽ തോന്നേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് നാച്ചുറലായിട്ട്
ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അതിലോട്ട് എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടെ എന്താ പറയുക, നാച്ചുറൽ ഫീല് കിട്ടും. കണ്ണിൻ്റെ മേലെ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് കേട്ടോ, കണ്ണിന് ചുറ്റും നല്ല കറുത്ത പാടമുണ്ട്. പക്ഷേ ഞാൻ കൺസീലറൊന്നും യൂസ് ചെയ്യുന്നില്ല, ഫൗണ്ടേഷൻ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യുകയാണ്. ബാക്കി വന്നത് കവിളിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കഴുത്തിലും ഇടാൻ മറക്കരുത്. പ്രത്യേകിച്ച് രണ്ട് കഴുത്തും ഫേസും നമ്മൾ കളർ ചേഞ്ച് വ്യത്യാസം ഉണ്ടാവും മിക്കവർക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പഞ്ച് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പിക്സിയുടെ ബ്ലഷ് സ്റ്റിക്കാണ് കേട്ടോ. പക്ഷേ ഇതെനിക്ക് ഇത്രയും പ്രൈസിന് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മളതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് അറിയുന്നില്ല. ചിലപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഷെയ്ഡ് ഞാൻ സെലക്ട് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കുന്നത്. എൻവൈബയുടെ ബ്ലഷ് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഇച്ചിരി ഡ്രോപ്പ് ചെയ്താൽ മതി, ഒരു 3-4 ഡ്രോപ്പ് മതി. ഭയങ്കര രസമായിട്ട് നല്ല ഗ്ലോവി ആയിട്ട് നമ്മളുടെ സ്കിന്നിൽ ആ ഒരു ബ്ലഷ് കിടക്കും. പിന്നെ ഞാൻ വിചാരിച്ചു സിമ്പിൾ ലുക്കല്ലേ, അപ്പോൾ ഇതൊക്കെ മതിയാവും എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കാര്യമായിട്ട് വേറെ ഒന്നും ഇട്ടില്ല. ഹൈലൈറ്റർ ഇടാറുണ്ട് സാധനം, അതുകൊണ്ടില്ല. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ആ ഒരു ചീക്കിൻ്റെ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോറി, ഹൈലൈറ്റല്ല, നമ്മൾ കോൺടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡബിൾ ചിന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനതൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മളിനി എല്ലാം സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് മാസിൻ്റെ കോമ്പാക്ട് പൗഡറാണ്, ലൂസ് പൗഡറാണ്. അത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഫുള്ളായിട്ട് ഫേസ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ഉണ്ടാവും കേട്ടോ. പിന്നെ ഐലൈനർ കൊണ്ട് ജസ്റ്റ് മേലെ മാത്രം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാജൽ ഐക്കോണിക് കാജലിൻ്റെ ആണ്, ലാക്മി ഐക്കോണിക് കാജലിൻ്റെ ആണ് കേട്ടോ. വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. നെക്സ്റ്റ് മസ്കാര, മാസിൻ്റെ മസ്കാരയാണ്, അതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് കുറച്ച് ഗ്ലിറ്ററി പിങ്ക് കളർ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്ലിറ്റർ എടുത്തിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഐ ഷാഡോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ ഐ ഷാഡോ ഇടണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ കുറച്ച് ഗ്ലിറ്റർ ആയിക്കോട്ടെ, ഒരു ലൈൻ ചെയ്ത ഐലൈനർ പോലെ ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് പിങ്ക് ചെയ്താന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വേറൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് എടുത്തത്. പിന്നെ ഞാനൊരു ലിപ്പ് ലൈനർ, സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ വെച്ചിട്ട് അതൊന്ന് മാറ്റിയിട്ട്
എന്താ ഫുള്ള ഒരു കളർ കൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. എല്ലാം പിങ്കാവണ്ട വെച്ചിട്ട് ഞാനൊരു വൈറ്റ് പൊട്ടാണ് കേട്ടോ തൊട്ട് കൊടുത്തേക്കണേ. വൈറ്റ് സ്റ്റോൺ വരണ ഒരു പൊട്ട് വെച്ചു. അപ്പം നമ്മളുടെ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഹെയറിലോട്ട് കിടക്കാം. അപ്പം ഹെയർ ഒന്ന് നടുക്കുന്ന് കോംബ് ചെയ്തെടുത്തിട്ടുണ്ട് ഹെയറിൻ്റെ. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ ഞാൻ നോക്കണം കേട്ടോ എങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഒരു കുറച്ച് ഫ്രണ്ട് പോർഷൻ മാറ്റിയിട്ട് വയ്ക്കുക കേട്ടോ. ബാക്കിൽ ഒരു ക്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. എനിക്കപ്പം ഞാൻ ഉണ്ട തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ മെടഞ്ഞിട്ട് കൊടുക്കുവാണ്. കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കുറച്ചെടുക്കും, 2 പ്രാവശ്യം പിന്നും, അത് കഴിഞ്ഞ് കുറച്ചും കൂടി എടുക്കും. അങ്ങനെ പിന്നിട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ആ ഫ്രണ്ട് പോർഷൻ കുറച്ച് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇത്രയും നല്ല രസത്തിൽ ആ ഒരു ഇത് നിൽക്കും കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് ആ ക്ലിപ്പ് എടുത്തിട്ട് അവിടെ ഒന്ന് സെക്യൂർ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ എടുത്തു. മുടിയാണെങ്കിൽ ഇന്ന് തീരെ അനുസരണയില്ലാണ്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അടുത്ത സൈഡ് ഇനി അവിടെയും കൂടിയും നമ്മൾ സെക്യൂർ ചെയ്ത് ക്ലിപ്പ് ചെയ്യുക. പിന്നെ 2 മെടഞ്ഞിട്ടുള്ള 2 എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടിയും ബാക്കിലേക്ക് മെടഞ്ഞിട്ട് ഒരു ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ സാരി കൊടുത്ത് ഞാൻ വന്നു കേട്ടോ. 2 ബാംഗിൾസ് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ബാംഗിൾസ് ഇട്ടു. പിന്നെ അതുപോലെ ജുംക്കിയും ചെട്ടിനാട് ജ്വല്ലറിയാണ് കേട്ടോ എനിക്ക് കൂടുതൽ മാച്ചായിട്ട് തോന്നിയത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഓണം ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് സീരീസ് ആയിട്ട് കാണാം. അതുവരെ ബൈ.